മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനന്തു ആണെങ്കിൽ ലേഖയുടെ ഫോണിൽ വിളിച്ചിട്ട് കണ്ണൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനോട് അനന്തം പറയുന്നുണ്ട്, ഇവിടെ ഒരാൾ വന്നിരുന്നു ഫിനാൻസേഴ്സിൻ്റെ ഭരണം ഏറ്റെടുക്കാനെന്ന് പറയുന്നു. അപ്പോൾ ഇതാരാണെന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ഉണ്ണി തന്നെയാണ് വന്നതെന്ന് അനന്ത് പറയാണ്. കണ്ണൻ ചോദിക്കുന്നുണ്ട്, അവനൊക്കെ അത്രക്കൊക്കെ ധൈര്യമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനന്ത് പറയുന്നു, ഏട്ടനും ഏട്ടത്തിയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഫിനാൻസിനെ സഹായിക്കാൻ വന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ മഹാലക്ഷ്മിയെ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തു. അതൊക്കെ ഞാൻ അവിടെ വരുമ്പോൾ പറയാമെന്ന് പറയുന്നുണ്ട് അനന്തു. കണ്ണൻ പറയുന്നുണ്ട്, ഇനി മഹി അവിടേക്ക് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് അവൻ പ്രകടനം തുടങ്ങിയതാണ്. സാരമില്ല, നീ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നു. അനന്തു പറയുന്നുണ്ട്, തല്ലിയില്ല എന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. കണ്ണൻ പറയുന്നുണ്ട്, അത് മതി, എൻ്റെയും മഹിയുടെയും സാന്നിധ്യം ഇല്ലാത്തടത്തേക്ക് ഞങ്ങളുടെ ശത്രുക്കൾ ഒറ്റൊരെണ്ണം പോലും അതിനകത്തേക്ക് കടക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് കണ്ണൻ പറയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, വേറൊരു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അനന്ത് പറയുന്നുണ്ട്, മഹി അവളുടെ വീടിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണല്ലേ എന്ന് പറയുന്നു. മഹി എന്നെയും വിളിച്ചിരുന്നു, സാരമില്ല, നമുക്ക് മാർക്കോനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാമെന്ന് അനന്തും പറയുന്നുണ്ട് കണ്ണനോട്. പിന്നീട് ഫോണെല്ലാം വെച്ച ശേഷം കണ്ണൻ ലേഖയോട് പറയുന്നുണ്ട്, ഉണ്ണി അവിടെ ഫിനാൻസ് ഭരിക്കാൻ ചെന്നിരുന്നു എന്ന്. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ആ ഉണ്ണിയുടെ അമ്മ കുറച്ച് അത്യാഗ്രഹം ഉള്ള കൂട്ടത്തിലാണല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാലും അവനൊരു ചെറുപ്പക്കാരനല്ലേ, ഇങ്ങനെ പണത്തിൻ്റെ പിന്നാലെ പാഞ്ഞാലോ എന്ന് പറയാണ്ടോ ലേഖ. കണ്ണൻ പറയുന്നുണ്ട്, അവരൊക്കെ ഒരേ ബ്ലഡാണെന്നും അമ്മാവനും അതുപോലെ രണ്ടാനമ്മയും ഒക്കെ കണക്കാണ്, അവരുടെ മക്കളും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ മഞ്ജുവിന് മാത്രം എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് തോന്നുന്നു എന്ന് കണ്ണൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലേഖ പറയുന്നുണ്ട്, അത് മാറുമല്ലോ, അങ്ങനെയുള്ള ഒരുത്തനല്ലേ അവളുടെ കൂടെ കഴിയുന്നത്. ഉണ്ണിക്ക് എന്തായാലും നല്ല ബേഷായിട്ട് കൊടുത്തു എന്നാണ് അനന്ത് പറഞ്ഞതെന്ന് കണ്ണൻ പറയുന്നുണ്ട്. കണ്ണേട്ടനില്ലാത്തപ്പോൾ ഞാനും അനന്തും മാറി മാറി ഫിനാൻസിൽ പൊക്കോളാം എന്ന് ലേഖ പറയുന്നു. മറ്റാരെയും അവിടേക്ക് കടത്തിവിടേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, അവിടെ ഇനി ആരും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഫിനാൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല മിടുക്കരായ സ്റ്റാഫിനെയാണ് ഞാനവിടെ നിയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ണൻ പറയുന്നുണ്ട്. ഫിനാൻസിൻ്റെ മാനേജറൊക്കെ ഒരു 10-15 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ MD കസേരയിൽ നീയോ അനന്തോ ഇരുന്നാൽ മതിയെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റാത്തൊരവസ്ഥയിൽ അവനെ പിടിച്ചെടുത്തും ആ മാർക്കോനെ എന്ന് പറയുന്നുണ്ട്. അവനെയും കണ്ണടച്ച് വിശ്വസിക്കാം, രക്തബന്ധത്തിലുള്ളവരെയാണ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് കണ്ണൻ പറയാണ്ടോ ലേഖയോട്. സാരമില്ല കണ്ണേട്ടാ, നിങ്ങളുടെ നാശം കൊതിക്കുന്ന രക്തബന്ധത്തിലുള്ള ആൾക്കാരല്ലേ നമ്മളിപ്പോൾ പന്ത് തട്ടുന്ന പോലെ തട്ടുന്നതെന്ന് പറയുകയാണ്ടോ ലേഖ. മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നറിയുന്നതിന് മുൻപ് മരിച്ച മഹാലക്ഷ്മിയെ കൊണ്ട് അവർ നട്ടം തിരിയണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ലേഖ പറയുന്നു. അതുപോലെ തന്നെ ഈ ഓണത്തിന് ആരും മനസ്സമാധാന സന്തോഷത്തോടുകൂടി ഒരു സദ്യ ഉണ്ണാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കരുണ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണത്തിനൊക്കെ എന്തൊരു ടേസ്റ്റാണ്, ഇനി എന്തായാലും ഇടക്കും തലക്കൊക്കെ ഞാൻ ഇവിടെ വന്ന് കഴിക്കാൻ വരുമെന്ന് പറയുന്നുണ്ട്. മോഹിനി ചോദിക്കുന്നുണ്ട്, മോളുടെ ചേച്ചിയെ കാണാത്തതിൽ മോൾക്ക് സന്തോഷമാണല്ലോ ഉള്ളതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കരുണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്തിനാ അമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് അതിലൊരു സന്തോഷമില്ല എന്ന് പറയുന്നു. ആ സമയം മുത്തശ്ശിയുടെ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാനിപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ട് മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. എൻ്റെ മുറി എന്തിനാ മുത്തശ്ശി പൂട്ടിയിട്ടെന്ന് ചോദിക്കുന്നു. ഇല്ലല്ലോ, ഞാൻ ഒന്നും പൂട്ടിയിട്ടില്ല മോളെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രതാപനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളുടെ മുറി നീ എങ്ങാനും പൂട്ടിയോ മോനെ എന്ന്. ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നും പ്രതാപനും പറയുന്നുണ്ട്. അങ്ങനെ കരുണ വീണ്ടും ആ മുറിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഡോറൊക്കെ തുറന്നു വരുന്നുണ്ട്. അങ്ങനെ മുറിക്കുള്ളിലേക്ക് കടക്കുകയാണ് കരുണ. പക്ഷെ അവിടെ മഹാലക്ഷ്മി ഒന്നും കാണാനില്ല. മഹാലക്ഷ്മി അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് മാറി പോവുകയാണ് ചെയ്തത്. പിന്നീട് മാർക്കോ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനെയും അതുപോലെ മുത്തശ്ശിയെയും നമുക്ക് ഈ തോമസ് വൈദ്യരുടെ സ്ഥലത്ത് നിന്ന് തന്നെ പേടിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മഹാലക്ഷ്മി മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും മുന്നിലെത്തുന്നുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ ഭയക്കുന്നുമുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു എന്നുള്ള കാര്യം തോമസ് വൈദ്യരോട് പ്രതാപനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.